തിരുവനന്തപുരം കമലേശ്വരത്ത് കൂലിയെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് സുഹൃത്തിനെ വെട്ടിക്കൊലപ്പെടുത്തി. കമലേശ്വരം സ്വദേശി സുജിത് കുമാറാണ് മരിച്ചത്. പ്രതിയായ ജയൻ പൂന്തുറ പോലീസിന്റെ പിടിയിലായി. ഇന്നലെ രാത്രിയോടുകൂടിയായിരുന്നു ദാരുണമായ കൊലപാതകം സംഭവിച്ചത്. കമലേശ്വരത്ത് ഈ കാണുന്ന വീട്ടിലായിരുന്നു സുജിത് കുമാറും അതോടൊപ്പം തന്നെ ജയനും കാലങ്ങളായി താമസിച്ചു വന്നിരുന്നത്. ഈ കാണുന്ന വീടിന്റെ മുകളിലത്തെ നിലയിലാണ് കൊലപാതകം നടന്നത്. ഇരുവരും സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട ജോലിയിൽ ഏർപ്പെടുന്നവരാണ്. സ്ഥിരമായി ആ ജോലിക്ക് ഒന്നിച്ചു പോകുന്നവരാണ്. പലപ്പോഴും മദ്യപിച്ച് വഴക്കുണ്ടാക്കുന്നതൊക്കെ തന്നെ ഇവർക്ക് പതിവായിരുന്നു. ഇന്നലെ ഈ കൊലപാതകത്തിന് കാരണമായി പോലീസ് പറയുന്നത് ഇന്നലെയും ഇതുപോലെ വാക്കുതർക്കം ഇവർക്കിടയിൽ ഉണ്ടായി. അത് പ്രത്യേകിച്ചും കൂലിയെ തുടർന്നായിരുന്നു വാക്കുതർക്കം ഉണ്ടായത്. ആ വാക്കുതർക്കത്തിനൊടുവിലായിരുന്നു ക്രൂരമായ കൊലപാതകം. 49-കാരനായ സുജിത് കുമാറിനെ സുഹൃത്തായ ജയൻ ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. തലയിൽ വെട്ടുകത്തി കൊണ്ട് വെട്ടിയാണ് കൊലപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ ദേഹത്താകമാനം വലിയ തോതിൽ പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഇരുമ്പിന്റെ അടുപ്പുണ്ടായിരുന്നു. ആ അടുപ്പ് ഉപയോഗിച്ച് മാരകമായി ഉപദ്രവിച്ചു. അതോടൊപ്പം തന്നെ ഹെൽമറ്റ് കൊണ്ട് തലയ്ക്കടിച്ചു. അതോടൊപ്പം തന്നെ ദേഹത്തടിച്ചുമൊക്കെയാണ് കൊലപ്പെടുത്തിയത്. അത്തരത്തിൽ ക്രൂരമായ ഒരു കൊലപാതകമാണ് നടന്നത്. മദ്യപാനത്തിനൊടുവിലായിരുന്നു ഈ കൊലപാതകം എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ അടുപ്പിലും അതോടൊപ്പം തന്നെ ഹെൽമറ്റിലും വെട്ടുകത്തിയിലുമൊക്കെ ശാസ്ത്രീയമായ പരിശോധനയിൽ സുജിത് കുമാറിന്റെ രക്തം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതും പോലീസ് അറിയിക്കുന്നുണ്ട്. ഇപ്പോൾ നാട്ടുകാരൊക്കെ തന്നെ വലിയ തോതിലുള്ള ഒരു ആശങ്കയിൽ ഒക്കെയാണ്. എപ്പോഴാണ് ഈ കൊലപാതകത്തെ പറ്റി അറിയുന്നത്? 10 മണിയായി. ഇന്നലെ 10 മണിക്ക് ശേഷമാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു കൊലപാതകം നടന്നതായിട്ട്. പിന്നെ ഈ കൊലപാതകം ചെയ്ത ജയകുമാർ എന്ന് പറയുന്നത് 1-2 ക്രിമിനൽ കേസുകളിൽ പ്രശ്നമുണ്ട്. കാരണം ഒരു വെട്ട് കേസിലുണ്ടായിരുന്നു, വാടകക്കാരെ മാറ്റുന്ന രീതിയിൽ. അതായത് ഉടമസ്ഥന് കാശ് വാങ്ങിക്കൊണ്ട് അവരെ മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനത്തിലോട്ട് വന്ന് അങ്ങനെ ആ സ്ത്രീയും ഈ പയ്യനുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടായി. ഒരു കുടുംബം എന്ന് പറയുന്നത് MLA റോഡിലെ ശ്രീവിരകത്താണ് ഇയാൾ അമ്മയുടെ വീട്, അമ്മയുടെ അച്ഛൻ്റെ വീട്. അവിടെ നിന്നാണ് പിന്നെ ഇങ്ങോട്ട് താമസത്തിന് വന്നതിന് ശേഷം പിന്നെ നമ്മൾ അറിയുന്നതാണ് ഇയാൾ വലുതായതിന് ശേഷം അമ്മയുടെ തലയ്ക്കടിച്ചു. ഒരു 3 വർഷത്തോളം കോമയിൽ കിടന്നിട്ടാണ് അവർ മരിച്ചത്. ഈ അടിയുടെ ഭാഗമായിട്ടാണ് അവർ മരിക്കാനുള്ള കാരണമെന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് കേസായി ഇയാൾ ജയിലിലായിരുന്നു. ഇയാൾ നിരന്തരം ഈ മദ്യപാനാണ്. ഒരു മദ്യപ സംഘം ഇവിടെ ഉണ്ട്. മദ്യപിക്കുക, ആരെയെന്തും പറയുക എന്നുള്ള നിലയിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മോശപ്പെട്ട രീതിയിലുള്ള സംസാരങ്ങൾ. കഴിഞ്ഞ 1 കൊല്ലത്തിന് മുമ്പാണ് ഇതുപോലെ മദ്യപിച്ചുകൊണ്ടിരുന്ന കൂടെ ഇരുന്ന ഒരാളുടെ കാലിൽ ഹോളോ ബ്രിക്ക് എടുത്തിട്ട് കൊടുത്ത് അത് കാല് കുറേ പൊളന്നു പോകുന്നൊരു സ്ഥിതി. അതും പൂന്തറ സ്റ്റേഷനിലെ പരിധിക്കാം. ഒരു മദ്യപിച്ച് കഴിഞ്ഞാൽ എന്തും ചെയ്യുന്ന ഒരു സൈക്കോ മോഡലിലേക്ക് മാറുകയാണ്. അത് നമ്മുടെ നാടിനൊരു ആപത്താണ്. ഇന്നലെ ഈ കൊലപാതകത്തിന് ശേഷം പ്രതി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. മൃതദേഹത്തിനടുത്ത് തന്നെ പ്രതി ഉണ്ടായിരുന്നു. തുടർന്ന് സഹോദരിയെ പ്രതി ഈ കാര്യം, ഈ കൊലപാതക വിവരം വിളിച്ചറിയിച്ചു. അങ്ങനെ സഹോദരി അറിയിച്ചതനുസരിച്ചാണ് പോലീസ് ഇവിടെ എത്തുന്നത്. അപ്പോഴും ഈ മൃതദേഹത്തിനടുത്ത് പ്രതി ഉണ്ടായിരുന്നു. തുടർന്ന് പോലീസ് പ്രതിയെ പിടികൂടുകയായിരുന്നു. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.